ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ വിദ്വേഷ സംഘടിപ്പിക്കുന്നു. എന്തുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന് ചിന്തിക്കപ്പെടും? നമുക്കറിയാം 2019 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 303 സീറ്റുമായി BJP അധികാരത്തിലേറിയത് കേവലം 33% വോട്ടുകൾ നേടിക്കൊണ്ടാണ്. 67% വോട്ടർമാർ BJPക്ക് എതിരായി വോട്ട് ചെയ്തപ്പോഴും കേവലം 33% മാത്രം വോട്ട് നേടി 303 MP-മാരുമായി പാർലമെന്റിൽ ഭൂരിപക്ഷം ലഭിച്ചു എങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യ ഭിന്നിപ്പിച്ച് ഇന്ത്യ ഭരിച്ചതിന് സമാനമായി പ്രതിപക്ഷത്തെ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് നിലനിർത്തിക്കൊണ്ട് BJPയുടെ ഭരണം തുടരുക എന്ന ലക്ഷ്യം പരാജയപ്പെടുത്തുക എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണവും ആ സഖ്യ രൂപീകരണമാണ് ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി നേതാവായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റിലേക്ക് നയിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾ മുമ്പ് നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശ് എന്ന വലിയ സംസ്ഥാനത്ത് 230 നിയമസഭാ സാമാജികരുള്ളപ്പോൾ അവിടെ BJP ഭരണത്തിലേറിയത് കോൺഗ്രസിൽ നിന്ന് 8% അധികം വോട്ട് നേടിക്കൊണ്ടാണ്. എന്നാൽ 230 സീറ്റിലും മത്സരിച്ച കോൺഗ്രസ് കേവലം 8% വോട്ടിൽ താഴെ പോയപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ എല്ലാവരും കൂടി 11% വോട്ട് ഷെയർ ഉണ്ടായി. മധ്യപ്രദേശിൽ ഇന്ത്യ സഖ്യമായിട്ടായിരുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എങ്കിൽ ഒരു കാരണവശാലും BJP അധികാരത്തിൽ വരില്ലായിരുന്നു. 2.5% ഭൂരിപക്ഷത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമായി. അതുപോലെ രാജസ്ഥാനിൽ കോൺഗ്രസിനേക്കാൾ 2% മാത്രം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് BJP അധികാരത്തിൽ വന്നത്. ഇന്ത്യ മുന്നണിയിലെ ഇന്നത്തെ കക്ഷികൾ രാജസ്ഥാനിൽ നേടിയത് 18% വോട്ടാണ്. ഈ 18% കൂടി വോട്ട് ഇന്ത്യ മുന്നണിയായി മത്സരിച്ച് കോൺഗ്രസ് നേടാനായി എങ്കിൽ BJPയേക്കാൾ ഇന്ത്യ മുന്നണിക്ക് 16% രാജസ്ഥാനിൽ BJPയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഡൽഹിക്കും പഞ്ചാബിനും സമാനമായി ഒരു പ്രതിപക്ഷമില്ലാത്ത ഭരണം സാധ്യമാക്കാമായിരുന്നു. ഛത്തീസ്ഗഡിലും നില വ്യത്യസ്തമല്ല. 4% ഭൂരിപക്ഷത്തിലാണ് BJP അധികാരത്തിലേറിയതെങ്കിൽ അവിടെ ഇന്ന് ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ എല്ലാവരും കൂടി ഏകദേശം 11% വോട്ടും നേടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനം അവലോകനം ചെയ്യുകയാണെങ്കിൽ 230 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലെ SPക്കും ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ മുന്നണിയുടെ ഭാഗം അല്ലാതെ നിൽക്കുന്ന BSPക്കും 10% സീറ്റ് 23 സീറ്റെങ്കിലും നൽകി ഇന്ത്യ മുന്നണിയായി മത്സരിച്ചിരുന്നുവെങ്കിൽ മധ്യപ്രദേശിൽ 230 സീറ്റിൽ മത്സരിച്ച 66 സീറ്റിൽ മാത്രം വിജയം കാണാൻ കഴിഞ്ഞ മഹാപരാജയം ഒഴിവാക്കാമായി. രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമായി. ആ തിരിച്ചറിവാണ് പ്രിയമുള്ളവരെ ഇന്ത്യ മുന്നണി രൂപീകരണത്തിനും പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടിക്ക് വേരുള്ള കോൺഗ്രസിന് ഒരു MLA പോലും ഇല്ലാത്ത സംസ്ഥാനത്ത് കേവലം 250 മുനിസിപ്പൽ കൗൺസിലർമാരിൽ 9 മുനിസിപ്പൽ കൗൺസിലർ മാത്രമുള്ള കോൺഗ്രസിന് 3 സീറ്റുകൾ നൽകിക്കൊണ്ട് ഗോവയിലും ചണ്ഡീഗഡിലും നിരുപാധിക പിന്തുണയും ഹരിയാനയിൽ 1 സീറ്റും ഗുജറാത്തിൽ 2 സീറ്റും സ്വീകരിച്ചുകൊണ്ടും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാക്കുവാൻ ആം ആദ്മി തയ്യാറായത് ഇന്ത്യ മുന്നണി നാളെയുടെ പ്രതീക്ഷയാണ് എന്നതിനാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെയാണ് നാം വോട്ട് ഫോർ ഇന്ത്യ എന്ന ആപ്തവാക്യവുമായി ഈ കേരളത്തിൽ 20 പാർലമെന്റ് സീറ്റിലും ഇന്ത്യ മുന്നണിയുടെ കരുത്തരായ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും ഈ നരേന്ദ്രമോദിയുടെ സർക്കാർ രാജ്യത്തിന് ശാപമാണ് എന്നതും ഗ്യാരണ്ടി പറയുന്ന മോദിയുടെ ഒരു ഗ്യാരണ്ടി നടപ്പിലായില്ല എന്ന് മാത്രമല്ല, ഈ മോദി നടപ്പിലാക്കിയ ഗ്യാരണ്ടി ഇലക്ട്രൽ ബോണ്ട് അഴിമതി മാത്രമാണ് എന്നതിനാലും 23 പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് പണമാക്കുകയായിരുന്നു എന്നതിനാലും നോ വോട്ട് ഫോർ BJP എന്ന ക്യാമ്പയിൻ നടപ്പാക്കുന്നത്.
അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഒരു ശരത്ചന്ദ്ര റെഡ്ഡി എന്ന വിവാദ വ്യവസായിയുടെ 59.5 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്ക് സംഭാവന നൽകിയ വ്യവസായിയുടെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ, സാക്ഷാൽ നരേന്ദ്രമോദി, നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി, ഈ രാജ്യത്ത് മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ള അഴിമതികൾ പറയുകയാണെങ്കിൽ 70,000 കോടിയുടെ ചിട്ടി മഹാരാഷ്ട്രയിലെ സഹകരണ തട്ടിപ്പും, എയർ ഇന്ത്യയിലെ 30,000 കോടിയുടെ തട്ടിപ്പും, കൽക്കരി കുംഭകോണം 21,000 കോടിയുടെയും, അല്ലെങ്കിൽ ശാരദാ ചിട്ടി ഫണ്ടിന്റെ അഴിമതികൾ, ലക്ഷക്കണക്കിന് രൂപയുടെ കോടികളുടെ അഴിമതിയുടെ മൊഴി നൽകിയ സാക്ഷാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്ക് വിശ്വാസം 59.5 കോടി ഇലക്ട്രൽ ബോണ്ട് നൽകിയ വ്യവസായിയുടെ മൊഴിക്ക് നൽകുന്നു എങ്കിൽ ആ മൊഴി സാങ്കേതികമായി നിലനിൽപ്പില്ല എന്നതും, ആ മൊഴിയും ഈ കെട്ടിച്ചമച്ച കേസും മോദിയും BJPയും കഥയും തിരക്കഥയും നിർമ്മാണവും നടത്തുമ്പോൾ EDയും CBIയും തിരക്കഥ എഴുതുന്ന അല്ലെങ്കിൽ സംവിധാനം ചെയ്യുന്ന ഒരു സംവിധാനം മാത്രമായി അവശേഷിക്കുന്നു എന്നതാണ്. 2015 ആം ആദ്മി പാർട്ടി ഡൽഹി ബഡ്ജറ്റ് 35,000 കോടിയായിരുന്നുവെങ്കിൽ 8 വർഷത്തെ സദ്ഭരണം കൊണ്ട്, സുതാര്യ ഭരണം കൊണ്ട് 1,10,000 കോടിയായി വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ 8 വർഷം കൊണ്ട് ഡൽഹിയിലുണ്ടായ വരുമാന വർധനവ് 75,000 കോടിയാണ്. 75,000 കോടി രൂപ ഒരു സംസ്ഥാനത്ത് ഭരണ മികവിലൂടെ 1 രൂപയുടെ പോലും നികുതി വർധനവ് നടപ്പിലാക്കാതെ കോടിക്കണക്കിന് രൂപയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കിക്കൊണ്ട് സാധ്യമാക്കിയ ഒരു ഭരണകർത്താവിന് കേവലം 100 കോടി സമ്പാദിക്കുവാൻ വേണ്ടി ഒരു മധ്യനയം രൂപീകരിക്കേണ്ടി വരില്ല എന്നത് തിരിച്ചറിയുവാൻ കേൾപ്പുള്ളവരാണ് ഇന്നാട്ടിലെ മുഴുവൻ വോട്ടർമാർ. ആ നിലയിൽ പ്രിയമുള്ളവരെ, ആം ആദ്മി പാർട്ടിക്കും അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി നേതാക്കൾക്കും അഴിമതിയിലൂടെ 1 രൂപയുടെ പോലും സമ്പാദ്യം ആവശ്യമില്ല എന്നതിന് ഉത്തമ തെളിവാണ് ഇന്ന് രാജ്യത്ത് ആം ആദ്മി പാർട്ടി സ്വീകരിക്കുന്ന മുഴുവൻ സംഭാവനകൾക്കും ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം 80G പ്രകാരം ഇൻകം ടാക്സ് ഇളവ് അനുവദിക്കുന്ന സംഭാവന രസീത് നൽകുന്നത്. ആ നിലയിൽ ആം ആദ്മി പാർട്ടിക്ക് 100 കോടി കൈക്കൂലി ലഭിച്ചത്, തെളിവുകൾ നഷ്ടപ്പെട്ടത് ഗോവയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി വിനിയോഗിച്ചു എന്നാണ് EDയും CBIയും ആരോപിക്കുന്നത് എങ്കിൽ, പ്രിയമുള്ളവര്, ഗോവ തെരഞ്ഞെടുപ്പിന് ആവശ്യമായ മുഴുവൻ തുകയും സംഭാവനയായി ലഭിച്ചതിന്റെ ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 80G പ്രകാരമുള്ള രസീത് സഹിതമുള്ള കണക്കുകൾ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനിലും ഇൻകം ടാക്സിലും സമയാസമയങ്ങളിൽ സമർപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലും ഗോവ തെരഞ്ഞെടുപ്പിൽ ചെലവായ തുകയെ സംബന്ധിച്ച കണക്കുകളും കൃത്യസമയത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നതിനാലും ഈ വാദവും നിലനിൽക്കില്ല. കാരണം സുതാര്യമായി ഇൻകം ടാക്സ് എക്സംഷനുള്ള 80G റെസീറ്റ് നൽകിക്കൊണ്ട് സംഭാവന സ്വീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ 100 കോടിയുടെ അഴിമതി പണം വാങ്ങിയിട്ട് വേണ്ട ആം ആദ്മി പാർട്ടിക്ക് ഗോവയിൽ നിന്നല്ല ഈ രാജ്യത്ത് ഒരിടത്തും രാഷ്ട്രീയ പ്രവർത്തനം നടത്താം എന്ന കാര്യം കൂടി നാം തിരിച്ചറിയണം. അത്രയും സുതാര്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് മോദിയുടെ അധികാര തുടർച്ചയ്ക്ക് തടസ്സമാകുമെന്ന ഭയമാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ ജയിൽ അടക്കപ്പെടുവാനുണ്ടായ സാഹചര്യം തിരിച്ചറിയുകയും, എന്നാൽ പുറത്തുള്ള അരവിന്ദ് കെജ്രിവാളിനേക്കാൾ ശക്തനാണ് അകത്തുള്ള അരവിന്ദ് കെജ്രിവാൾ എന്ന തിരിച്ചറിവ് ഈ ലോകം തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമാണ് പ്രിയമുള്ളവരെ അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും അടക്കം യുണൈറ്റഡ് നേഷൻസ് അടക്കം അരവിന്ദ് കെജ്രിവാൾ നീതി ലഭിക്കണമെന്ന രീതിയിൽ അഭിപ്രായപ്പെട്ടത്. ആ നിലയിൽ ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുവാനും മനുഷ്യാവകാശവും ജനാധിപത്യ മര്യാദയും പാലിക്കപ്പെടുവാനും നീതി നിർവഹണം നടപ്പിലാക്കുന്നതിനും ആം ആദ്മി പങ്കാളിയായ ഇന്ത്യ മുന്നണി അധികാരത്തിൽ ഉണ്ടാകണം എന്ന നിലയിലും കഴിഞ്ഞ കാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ
1977 ആവർത്തിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. 1977 പ്രതിപക്ഷ സഖ്യം വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറി എങ്കിൽ സമാനമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് എന്നതും പ്രതിപക്ഷ സഖ്യ മുന്നണിക്ക് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും വേരോട്ടമുണ്ടായി എന്നതും തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ 100% സീറ്റുകളും BJP ശക്തി കേന്ദ്രങ്ങളായ UP, ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണി കരുത്താർജിക്കുന്നതിലൂടെ BJP ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന 400 സീറ്റ് തന്നെ നേടിക്കൊണ്ട് BJP നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഈ വരുന്ന പാർലമെന്റിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലേറട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ സമരത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.